ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ NGOയിലെ ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ നിങ്ങളെ കാട്ടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് എന്തൊക്കെയാണ് NGOയിൽ പോയിട്ട് ചെയ്യണേന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ കൂടെ ഈ 3 കുട്ടികളും കൂടി ഉണ്ട്. ഞങ്ങൾ 4 പേര് കൂടിയാണ് പോണത്. ഞങ്ങളുടെ NGO കണ്ടു ഗായ്സ്, വിശാലമായി കിടക്കുന്ന ഈ സ്ഥലമാണ് ഞങ്ങളുടെ NGO. ഞങ്ങളുടെ NGOയുടെ അണ്ടറിൽ വന്ന LP സ്കൂളാണ്. ഇതെന്താണെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഞങ്ങൾ ഇവിടേക്കൊന്നും പോയിട്ടില്ല. സെറ്റപ്പാണ്. ഇതാ നമ്മൾ കയറി വരുന്ന എൻട്രൻസ്. എവിടെ ഗായ്സ്? ഈ വഴിയാണ് നമ്മൾ കയറി വരുന്നത്. ഇവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യണ മെയിൻ ഹെഡ് ഓഫീസ്. ഇതിന്റെ താഴ്ത്തോട്ട്, അതായത് ഇപ്പൊ ഞാൻ അകത്തോട്ട് കയറിയിട്ട് നിങ്ങളെ കാട്ടിത്തരാം. ഇതിന്റെ താഴ്ത്തോട്ട് നമ്മൾക്ക് ഇവിടെയൊക്കെ വേണ്ട സ്പേസ് ഉണ്ട്. സ്പേസിന് ഒരു കുറവുമില്ല നമ്മുടെ NGOയില്. ഇവിടെ സ്പേസ്. ഇവിടെയാണ് മെയിൻ ഹെഡ് ഓഫീസ്. അവിടെ കുറച്ച് പേരൊക്കെ ഉണ്ട്. ഇതിന്റെ താഴത്ത് നമുക്ക് ഓൾഡ് ഏജ് ഹോം ഉണ്ട്. ആ ഓൾഡ് ഏജ് ഹോമിന്റെ സൈഡിലാണ് മറ്റേ ചിൽഡ്രൻസ് ഹോം ഉണ്ട്. പിന്നെ നമ്മുടെ ചെറിയ കുട്ടികളുടെ ഡേ കെയർ ഉണ്ട്. അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു അടിപൊളി NGOയിലാണ് നമ്മൾ വന്നേക്കുന്നത്. ഇപ്പൊ ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവരുടെ സ്കൂൾ ബസ്സൊക്കെ ഇവിടെ കൂട്ടിയിട്ട് വച്ചേക്കാണ്. അങ്ങനെ നമ്മളിപ്പോൾ ടൈം എക്സാക്ട് പറയുകയാണെങ്കിൽ 9 മണിയാവാൻ വേണ്ടി പോണു. ഇവിടെ നമുക്ക് ചെടിയിലൊക്കെയാണ് പൈനാപ്പിൾ ഉണ്ടാവുന്നത്. കണ്ടു ഗൈസ്, ചെടിയിൽ പൈനാപ്പിള്. ഇങ്ങനെ എല്ലാ സെറ്റപ്പുകളും ഉള്ളൊരു NGOയാണ്. നമുക്ക് നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. കണ്ടു ഗൈസ്. ഓക്കെ, ഞാൻ NGOന്റെ അകത്ത് കയറി സൈനൊക്കെ ഇട്ടിട്ട് ബാക്കി ഞാൻ ഡീറ്റെയിൽസ് നിങ്ങളെ കട്ടിത്തരാം. ഓക്കെ, ഓൾഡ് ഏജ് ഹോമിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഏകദേശം അവിടെ എത്തിയിട്ട് ഞാൻ നിങ്ങളെ കട്ടിത്തരാം. ഓക്കെ, നമ്മൾക്ക് ഈ വിശാലമായ വഴികൾ നടന്ന് നീങ്ങണം. എന്നാലാണ് നമ്മൾ നമ്മളുടെ ഓൾഡ് ഏജ് ഹോമിലോട്ട് എത്തുള്ളൂ. ഗൈസ്, ഇതാണ് നമ്മുടെ NGOയുടെ സ്കൂള്. ഇപ്പോൾ ഇവിടെ സ്റ്റുഡൻസിനൊന്നും ക്ലാസ് ഇല്ല. സ്റ്റുഡൻസൊക്കെ നാട്ടിലൊക്കെ പോയേക്കാണ് ഇവിടെയുള്ളവര്. നമ്മളിതാ നടന്ന് നമ്മുടെ ഓൾഡ് ഏജ് ഹോമിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തോരം നടക്കണം എന്നതിനെ കുറിച്ച് നമ്മൾക്കൊരു ഐഡിയ ഇല്ല. നമ്മുടെ NGO ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കണേയും കൊണ്ട് നമുക്ക് പോയി നോക്കാം. ഇത് വാൽമീകി കുന്നു. എന്താടി? വാൽമീകി കുന്നു എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണിത്. ഇതൊക്കെ നമ്മുടെ NGOന്റെ അകത്ത്, NGOന്റെ അണ്ടറിൽ വരുന്ന സ്പേസുകളാണിത് ഫുള്ള്. ഇത് ഏത് ഫ്രൂട്ടാണെന്ന് നിങ്ങൾ അടിയിൽ കമന്റ് ഇടുക. ഇത് ഏത് ഫ്രൂട്ടാണ്? നിങ്ങളുടെ നാട്ടിൽ ഈ ഫ്രൂട്ടിന് എന്താണ് പേര് പറയണത് എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇവിടെ ഇഷ്ടംമാതിരി ഉണ്ട്. ഇവിടെ നിറയെ ഇതിന്റെ മരങ്ങളാണ് ഗായ്സ്, ഇഷ്ടംമാതിരി. ഇവിടെ നിറയെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും പ്ലാന്റ്സും ആണ് ഗായ്സ്. ഇവിടേക്ക് വരുമ്പോ പൈനാപ്പിൾ അല്ലേടാ? അത് പൈനാപ്പിൾ ആണ് ഗൈസ്. പൈനാപ്പിൾ തോട്ടമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടുന്ന് നമ്മള് എങ്ങോട്ടേക്കാ പോണത് ഗൈസ്? ഇങ്ങോട്ടേക്ക് ഒരു വഴിയുണ്ട്. ഇത് നമുക്ക് ഇവിടെ നമ്മുടെ ഈ ഫ്രൂട്ട് നമുക്ക് ഇവിടെ ഉപേക്ഷിക്കാം. ബൈ ബൈ. ഓക്കെ, ഇങ്ങോട്ടേക്കാണ് വഴി എന്നാണ് ഇവൻ പറയണത്. നമുക്ക് നോക്കാം. ഇതൊക്കെ നമ്മുടെ NGOന്റെ സ്പേസുകളാണ്. ഇതിൽ കൂടെ ഒക്കെ നമ്മള് കൊറേ പോണം ഗൈസ് നമ്മുടെ NGOയിലോട്ട്. വെയിൽ കാരണം കൊണ്ട് ഇവരൊക്കെ നിങ്ങളുടെ നാട്ടിലുണ്ടോ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പേസ്? നിങ്ങളിപ്പോ കബജ് വന്നിട്ട് എന്നെ തെറി വിളിക്കും. ഞാൻ നല്ല സ്പേസുകൾ കാണാത്തോണ്ടെന്നതാ. ഇവിടെ എത്തിയോ? ഇങ്ങടാണോ? ഇവനിക്ക് വലിയ ബോധമില്ല. അതുകൊണ്ട് ഇവനെല്ലാം അറിയാവുന്നവരെയാണ് ഞങ്ങളെ കൊണ്ടുവന്നേക്കണേ. ഏകദേശം നമുക്ക് ഇവിടെ തോന്നുന്നു. നമുക്ക് നോക്കാം. അവിടെ താഴെ ഞങ്ങൾക്ക് വേണ്ടി ഒരാളോട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കണ്ടോ ഗൈസ്? നമ്മുടെ NGOന്റെ ഓൾഡ് ഏജ് ഹോം അന്വേഷിച്ചിട്ട് കഷ്ടപ്പാട്. വേണമെങ്കിൽ ചക്ക വേരിലും കഴിക്കും. അതാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ചക്ക വേരിലല്ല കഴിച്ചേക്കുന്നത്. എന്നാലും എന്നാ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നോക്കുക ഗൈസ്. ഈ ചക്ക ഉണ്ടാക്കി കിടക്കുന്നത്. ചക്കപ്രേമികൾക്ക് ഇതെന്നും കൗതുകം ഏറിയ കാഴ്ച. ഓക്കെ ഗൈസ്, ഇതും നമ്മുടെ ഒരു NGOയുടെ ഒരു എൻട്രൻസ് ആണ്. അത് അവിടെ കാണുന്നതൊരു മെയിൻ റോഡാണ്. ഈ കാണുന്നത്. ഇതിൽ കൂടെ ഒരു എൻട്രൻസ് ഉണ്ട്. പിന്നെ നമുക്ക് വേറെയും എൻട്രൻസ് ഉണ്ട്. ഒരുപാട് എൻട്രൻസും കുറെ സ്പേസുകളും ഉള്ളൊരു NGO ആണ് ഗൈസ് ഇത്.
നമ്മളിതാ വീണ്ടും ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് കുറച്ച് നമ്മുടെ കോളേജിലോട്ട് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ എഴുതാനുണ്ട്. നമുക്കതാ എവിടെയെങ്കിലും ഒരു ടണൽ നോക്കി അവിടെ പോയിരുന്ന് എഴുതാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ലഞ്ച് ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പം നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ കുട്ടികളുടെ ഹോസ്റ്റല്. ഓക്കെ, നമുക്കിനി ഫുഡ് കഴിക്കുന്നിടത്തിലോട്ട് പോകാം. ഇതാ ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്പേസ്. നമുക്ക് അവിടേക്ക് പോവാം. ഗൈസ്, നിങ്ങൾ ഇങ്ങനത്തെ മാങ്ങ കണ്ടിട്ടുണ്ടോ ഗൈസ്? ഇതാ നോക്ക് ഗൈസ്, ഇവിടുത്തെ മാങ്ങയുടെ പ്രത്യേകത കണ്ടോ? അത് നമ്മുടെ അവിടെയൊക്കെ ഉള്ള പോലത്തെ ഒരു നോർമൽ മാങ്ങയുടെ ഷേപ്പ് അല്ലല്ലോ ഇവിടുത്തെ മാങ്ങകൾക്ക്. കണ്ടോ ഗൈസ്, കണ്ടോ? വേണ്ടി എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾക്കിതാ ഇലയിട്ടതിന് ശേഷം ഫസ്റ്റ് നമുക്ക് ഇഞ്ചിക്കറിയാണ് ഗൈസ് തന്നത്. ഇഞ്ചിക്കറി അത് കഴിഞ്ഞിട്ട് അച്ചാറ്, പിന്നെ ഒരു യെല്ലോ കളർ കറി. അത് എന്ത് കറിയാണെന്ന് എന്നോട് ചോദിക്കരുത് ഗൈസ്. പിന്നെ ഒലത്ത്, അവിയൽ, പപ്പടം, സാമ്പാർ, ചോറ്, നമുക്ക് എല്ലാ കറികളും കിട്ടിയിരിക്കുന്നു ഗൈസ്. നല്ല അടിപൊളി സദ്യയായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമുക്ക് 2 സൈസ് പായസം ഉണ്ടായി. അതിൻ്റെ വീഡിയോ എടുക്കുന്ന ഗൈസ് ഞാൻ മറന്നുപോയി ഗൈസ്. അങ്ങനെ 2 ടൈപ്പ് പായസം, നല്ല അടിപൊളി സദ്യയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അവർ വയറ് നിറച്ച് ഫുഡൊന്നും എല്ലാ ഇവിടുത്തെ സദ്യയുടെ ഒരു സ്പെഷ്യലാണ്. സൈഡിലുള്ള ഇത് കേക്ക് സദ്യ.